എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൈവം സപ്തദിന സഹവാസ ക്യാമ്പിന് പോട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ കെ.പി. ഹാജിറ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. നജീബ് ഉദ്ഘാടനം ചെയ്തു. ജൈവം വിഷവിത്തുകളെ വേർതിരിച്ച് നന്മയിലേക്കുള്ള യാത്രയാവണമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 14-ാം വാർഡ് മെമ്പർ എസ്. സുകുമാരൻ മുഖ്യാതിഥിയായി. എം.വി. ഷാഹിന, പി.ടി.എ പ്രസിഡന്റ് രാമചന്ദ്രൻ, എസ്.എം.സി ചെയർമാൻ കെ. പ്രദീപ് കുമാർ, പി. ഹസൻ മൗലവി, രവികുമാർ മേനോൻ, എ.കെ. ഷൌക്കത്ത് അലി, സി.വി. അബ്ദുൽ അസീസ്, നിഷ രാജീവ്, പ്രിയ കെ, സുധാ മോഹനൻ എന്നിവർ സംസാരിച്ചു. എനിക്കാണെങ്കിൽ ഇത്ര ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇങ്ങനെ സന്തോഷമില്ല. ജീവിതത്തിൽ ഇന്നലെ ഞാൻ നിങ്ങളെക്കാൾ ചെറിയ കുട്ടികളുടെ കൂടെ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു സംഗതി, അവൻ ഇന്നലെ രാത്രി അവൻ തിരക്ക് പിടിച്ചിട്ട് എനിക്ക് നമ്പറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ മാറും. എൻ്റെ അടുത്ത് ജസ്റ്റ് തിരക്കിൽ പറഞ്ഞു, മാഷേ ഇന്ന സ്കൂൾ. ഞാൻ ആദ്യം വിചാരിച്ചു കോക്കൂർ സ്കൂളിലാണ്, അങ്ങനെ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ ക്യാമ്പിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിക്കുന്നു, അവിടെ ഏതാണ് സ്കൂൾ. കാരണം ഇന്ന് എനിക്ക് പ്രോഗ്രാം കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. എപ്പോഴാണ് എത്തേണ്ട അറിയില്ല, ആരെയാണ് പറയേണ്ടത്, വിളിക്കേണ്ടത് അറിയില്ല, ഏത് സ്കൂൾ അറിയില്ല. രാത്രി അവൻ വിളിച്ചു പറഞ്ഞു, മാഷേ സോറി ഇട്ട് ഞാൻ ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാനൊരു നമ്പർ അയച്ചു തരാം, ആ നമ്പറിൽ വിളിച്ചാൽ മതി. പ്രോഗ്രാം നോട്ടീസൊക്കെ അയച്ചു. അപ്പോൾ ഞാൻ വെറുതെ നമ്പർ സേവ് ചെയ്യേണ്ട ഒരു പേപ്പറിനൊക്കെ പേരൊക്കെ നമ്പറൊക്കെ എഴുതിയിട്ട് പിന്നെ ഇത് ഡയറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിനീഷ് സി എൻ്റെ ഫോണിൽ എൻ്റെ ബന്ധു കൂടിയാണ്. റിനീഷിൻ്റെ നമ്പറാണ് അവൻ അയച്ചു വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു യാദൃശികത എനിക്ക് അപ്പോഴും അയ്യോ ശരിയാണല്ലോ, എടപ്പാട് സ്കൂളിലാണല്ലോ റിനീഷ് എന്നൊക്കെ മനസ്സിൽ നേരത്തെ കോരാലിൽ സ്കൂളിലായിരുന്നു എന്നൊക്കെ അറിയാം. ഏതായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ പറഞ്ഞു. പ്രോഗ്രാം ഓഫീസർ സി.വി. പ്രിനേഷ് നന്ദി പറഞ്ഞു. തുടർന്ന് പ്രശസ്ത നാടക കലാകാരനും സിനിമാ നടനുമായ എം. പാർത്ഥസാരഥിയുടെ നാടക അരങ്ങ് നടന്നു. NCV ന്യൂസ് എടപ്പാൾ. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.